അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ വേലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ പുതിയൊരാളും കൂടി ഇന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ അവൻ്റെ ഒഴിവിൽ കയറി വന്ന കേട്ടോ. പിന്നെ ഞങ്ങളവിടെ പോയി കുറേ വേലകളൊക്കെ കണ്ടു. കുറേ ശിങ്കാരിമേളം ഉണ്ടായിരുന്നു, തെയ്യം ഉണ്ടായിരുന്നു, പിന്നെ കുറേ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ വണ്ടി വേഷം ഉണ്ടായിരുന്നു. നമ്മുടെ പാലക്കാട് ഈ പ്രാവശ്യം വേലകളൊക്കെ കൂടുതലാട്ടോ. ഈ മാസവും അടുത്ത മാസമൊക്കെ നമ്മുടെ വേലകൾ കൂടുതലാണ് ഈ ഭാഗത്തൊക്കെ. അതിൻ്റെ ഞങ്ങൾ ഫ്യൂഷൻ കാണുമ്പോൾ ആ ഫ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആനകളുടെ അടുത്തേക്കാട്ട് പോയി. അവിടെ പോയപ്പോൾ വലിയ പേര് കേട്ട ആനയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം ചുരുക്കം കുറച്ച് ആനകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേലയൊക്കെ കഴിഞ്ഞു. ഇതാ നെറ്റിപ്പട്ടവും എല്ലാം അഴിച്ചിട്ട് അവന്മാർ യാത്ര പോവുകയാണ്. പാവങ്ങൾ രാവിലെ തൊട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. അതിൻ്റെ മുഖത്തൊക്കെ തന്നെ നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. പകുതി മുക്കാലുകൾക്ക് വയ്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് വേലയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയൊക്കെ കണ്ടു. പിന്നെ ഒരു ചായയൊക്കെ കുടി കഴിഞ്ഞു. കഴിക്കാൻ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീടെത്തുമ്പോഴേക്കും അങ്ങനെ 11 മണി 12 മണി ആയിക്കണു. പിന്നെ ഒരു ചായ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി.